അറിവമ്മ അലിവമ്മ അമൃതമ്മ. നാം കഴിക്കുന്ന ഒരു വറ്റുപോലും നാം തനിയെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. സഹജീവികളുടെ അധ്വാനവും പ്രകൃതിയുടെ കനിവും ഈശ്വര കാരുണ്യവുമാണ് അന്നത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതിനാൽ വിനയപൂർവം പ്രാർത്ഥിക്കാതെ ഒന്നും ഭക്ഷിക്കരുത്. അമ്മയുടെ ഈ വാക്കുകളിലൂടെ അന്നത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ നമുക്കാകട്ടെ. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം ഭരതന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ രാമമന്ത്രത്തിൻ്റെ ഐതിഹ്യം, ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, ഭഗവാൻ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ച മന്ത്രമാണ് രാ മ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ. നാരായണ എന്ന മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരം, അതേപോലെ നമശിവായ എന്ന അക്ഷരത്തിൻ്റെ 2ാമത്തെ അക്ഷരം, രണ്ടും ചേർത്തതാണ് രാ മ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ. കലികാലത്തിൽ എല്ലാവിധ ദോഷപരിഹാരങ്ങൾക്കും ഈ മന്ത്രാക്ഷര ജപമാണ് അത്യുത്തമമെന്ന ആ ഒരു വിശ്വാസവും സങ്കല്പവും ഉള്ളതുകൊണ്ട് രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ രാമനാമം ജപിച്ചുകൊണ്ട് രാമപുരത്തെ പുണ്യഭൂമിയായ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ഭക്തജന ലക്ഷങ്ങൾ എത്തുകയാണ്. ആയിരത്തി 500 വർഷത്തിലേറെ മുമ്പ് ഒരു മഹായോഗിയാണ് ഇവിടെ ഭരതവിഗ്രഹം സ്ഥാപിച്ചത്. കോട്ടയത്തെ നാലമ്പലം യാത്രയുടെ ഭാഗമാണ് ഈ ക്ഷേത്രം. കേരള വാസ്തുകലയുടെ ഒരു സമ്പൂർണ്ണ മിശ്രിതം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കാണാം. ഭരതവിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായുള്ളതാണ്. ശംഖപൂജ നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മനോഹരമായ കുളവും ഇവിടെ ഒരു ആകർഷണമാണ്. കിഴക്കോട്ട് ദർശനമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. കോട്ടയത്തെ 4 ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുൻ ജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും അവർക്ക് നല്ല സന്താനങ്ങളെ നൽകുന്നതിനും ശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിൻ്റെ 6 ഇരട്ടി ഗുണം ചെയ്യുന്ന പ്രദക്ഷിണമാണ് ഗ്രാമപ്രദക്ഷിണം. ആ ഗ്രാമപ്രദക്ഷിണം എന്ന സങ്കല്പം ഇവിടെ സാർത്ഥകമാക്കാൻ സാധിക്കുന്നത് രാമപുരത്തെ നാലമ്പല ദർശനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ധാരാളം സ്ഥലത്ത് നാലമ്പലങ്ങളുണ്ടെങ്കിലും
ഒരു ദിവസം തന്നെ 4 ക്ഷേത്രങ്ങളിലും അതും ഉച്ചപൂജയ്ക്ക് മുൻപായി വിശിഷ്യ ദർശനം നടത്താൻ സാധിക്കുന്ന ഏക സ്ഥലം രാമപുരത്തെ നാലമ്പല ദർശനമാണ് എന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള ആ അനുഭൂതി, ആ ഭക്തിയും വിശ്വാസവുമുള്ള ആളുകൾ പകർന്നു കൊടുക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷോപലക്ഷം ആളുകൾ രാമപുരത്തെ പവിത്രമായ പുണ്യഭൂമിയിലേക്ക് രാമ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് ഗ്രാമപ്രദക്ഷിണം കൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഏക സങ്കേതമാണ് പവിത്രമായ രാമപുരത്തെ 4 മഹാക്ഷേത്രങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് രാമപുരത്തിൻ്റെ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം. കർക്കിടക മാസത്തിൽ നാലമ്പലങ്ങൾ ദർശിക്കുന്നത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭക്തി പാരവശ്യത്തോടുകൂടി അതേ സമയത്ത് വിഷയനിർദ്ദേശം ചെയ്തുകൊണ്ട് മംഗളാചരണം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ശ്രീ ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നു. ശ്രീ ലക്ഷ്മി ദേവിയാണ്. ഇവിടെ രാമായണത്തെ സംബന്ധിച്ച് സീതയാണ്. ശ്രീരാമൻ ഐശ്വര്യയുക്തനായ രാമൻ അഥവാ സീതാരാമൻ, സീതാസഹിതനായ രാമൻ. ശ്രീരാമ തൻ്റെ ഇഷ്ടദേവതയെ നമിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അത് ഒന്നാന്തരം മംഗളാചരണമാണ്. അതോടൊപ്പം രാമായണത്തിൻ്റെ പ്രതിപാദ്യം രാമചരിതമാണ്. ആ ഒരു വിഷയത്തെ കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ രാമശബ്ദം കൊണ്ട്. രാമൻ രമിപ്പിക്കുന്നവനാണ്. രാമൻ രമിക്കുന്നവനാണ്. സദാ ആനന്ദസ്വരൂപൻ, സർവരെയും ആനന്ദിപ്പിക്കുന്നവൻ. ഈ രാമശബ്ദം ഉണ്ടാവുന്നത് അഗ്നിബീജത്തിൽ നിന്നാണ്. രം, തേജസ്വിയായവൻ, സർവലോകത്തിനും തേജസ്സിനെ നൽകുന്നവൻ, സർവരെയും രമിപ്പിക്കുന്നവൻ. ആ രാമൻ്റെ നാമത്തെ അങ്ങേയറ്റത്തെ ഭക്തി ഭാവത്തോടുകൂടി ആവർത്തിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാമൻ രാമഭദ്രനാണ്. ഭദ്രം മംഗളമാണ്. സർവലോകത്തിനും മംഗളം നൽകുന്നവൻ, സ്വയം മംഗളസ്വരൂപൻ. അങ്ങനെയുള്ള രാമഭദ്രൻ, ആ രാമൻ ജയിക്കട്ടെ, ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ. ജയ എന്ന് പറഞ്ഞാൽ ജയിക്കട്ടെ. സദാ ജയിക്കുന്നവനാണല്ലോ ഭഗവാൻ. സർവ ലീലകളിലൂടെയും ജയിക്കുന്നവൻ, സർവഭക്തമാനസങ്ങളിലും ജയിക്കുന്നവൻ, അധർമ്മത്തെ ജയിക്കുന്നവൻ. പിന്നെന്തിന് ജയ എന്ന് പറയണം? അത് അനാദികാലമായ നമ്മുടെ സമ്പ്രദായമാണ്. സദാ വിജയിക്കുന്നവനാണെങ്കിലും ഭഗവാനെ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മുടെ തന്നെ അന്ധകരണം ശുദ്ധമായി വരും. എത്ര നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നുണ്ടോ അത്രയും നമ്മളിൽ ഭക്തിഭാവം വളരും.
എത്ര ഭക്തിഭാവം വളരുന്നുണ്ടോ അത്രയ്ക്കധികം തത്വജ്ഞാനത്തിനുള്ള അധികാരം, പാത്രത്വം നമ്മളിൽ വരും. തത്വജ്ഞാനത്തിലൂടെയാകട്ടെ പരമമായ മുക്തിയിലേക്കും. ഈ ഒരു ഗതിയിൽ മനുഷ്യൻ്റെ പരമമായ മോക്ഷത്തിലേക്കുള്ള മാർഗത്തിൽ അവന് വഴിയൊരുക്കുന്നതാണ് സ്തുതികൾ, ജയ ജയ ശബ്ദങ്ങൾ. അതോടുകൂടി ആരംഭിക്കുന്നു. ഓരോ വരിയിലും ജയശബ്ദം ഇവിടെ ആരംഭിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. ഓരോ വരിയിലും ശ്രീരാമ രാമ രാമ സീതാഭിരാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമഭദ്രൻ സീതാഭിരാമനുമാണ്. സീതയെ അഭിരമിപ്പിക്കുന്നവൻ. രാമായണം എന്ന പോലെ സീതായനവുമാണ്. അതുകൊണ്ട് രാമൻ സീതാഭിരാമനാണ്, സീതയെ അഭിരമിപ്പിക്കുന്നവനാണ്, അഥവാ സീതയോട് ചേർന്ന രാമനാണ്. അങ്ങനെയുള്ള രാമൻ ജയിക്കട്ടെ. പ്രകൃതിയെ കൂടാതെ പുരുഷനില്ല, മായയെ കൂടാതെ ഈശ്വരനില്ല, ശക്തിയെ കൂടാതെ ശിവനോ സീതയെ കൂടാതെ രാമനോ ഇല്ല. ആ രണ്ടിൻ്റെയും ചേർച്ചയിലാണ് സർവ പ്രപഞ്ചത്തിൻ്റെയും ആവിർഭാവവും നിലനിൽപ്പും തിരോഭാവവും. ആ ഒരു മായാസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവിനെ, ലക്ഷ്മി സഹിതനായ വിഷ്ണുവെ, സീതാസഹിതനായ രാമനെ, പ്രകൃതിയുക്തമായ പുരുഷതത്വത്തെ ഇവിടെ സ്തുതിക്കുകയാണ്. എന്തിനാണ് പറയുന്നു? ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലോകാഭിരാമനാണ് അവൻ. ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നവൻ, ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവൻ. ആ പരമേശ്വരൻ്റെ ആനന്ദസ്വരൂപത്തിൻ്റെ മാത്രയാണ് ഈ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നത്. അവിടുത്തെ ആനന്ദത്താൽ സർവപ്രപഞ്ചവും ആനന്ദികളാകുന്നു. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നവനാണ്, ആനന്ദിപ്പിക്കുന്നവനാണ്. ഹേ രാമ, അവിടുന്ന് ജയിച്ചാലും. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. എങ്ങനെയാണ് ശ്രീയുക്തനായി മായായുക്തനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത്? അവിടെയാണ് വിവിധ അവതാര ലീലകളാടാൻ, അഥവാ അവതാരത്തിൻ്റെ ദൗത്യം തന്നെ ധർമ്മ സംസ്ഥാപനമാണ്. ആ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാവമാണ് പറഞ്ഞത് ലോകാഭിരാമ എന്ന്. ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നവൻ ധർമ്മ സംരക്ഷണത്തിലൂടെ. ആ ധർമ്മ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ദുഷ്ടനിഗ്രഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഇതാണ് അവതാരോദ്ദേശ്യം. അവിടെ ഈ ദുഷ്ടജന നിഗ്രഹം എന്നുള്ളതും ശിഷ്ടജന രക്ഷണം എന്നുള്ളതും ഒരുപോലെ സൂചിപ്പിച്ചിരിക്കുകയാണ് ലോകാഭിരാമ എന്നും രാവണാന്തക എന്നുള്ള ശബ്ദം കൊണ്ട്. നോക്കൂ, ആ ഒരു ഭക്തിഭാവത്താൽ ആവിഷ്ടനായി എത്ര പ്രാവശ്യമാണ് രാമ 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 എന്ന് വിളിക്കുന്നത്. ഈ രാമനാമത്തിൻ്റെ ആവർത്തനം, ഭക്തിപൂർവമുള്ള ആവർത്തനം, നിസ്സംശയം പറയാം, അത് നമ്മുടെ എല്ലാ പാപങ്ങളെയും എല്ലാ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്ത് നമ്മളെ രാമസ്വരൂപത്തിലേക്ക് നയിക്കുന്നതാണ്. ഇത്രക്കേറെ സ്തുതിച്ച് എന്താ പ്രാർത്ഥിക്കുന്നത്? മമ ഹൃദി രമതാം, എൻ്റെ ഹൃദയത്തിൽ രമിച്ചാലും.
എൻ്റെ ഹൃദയത്തിൽ വന്ന് ആനന്ദിച്ചാലും നിനക്ക് അനന്തമായിട്ട് കഴിയാനിതാ എൻ്റെ ഹൃദയം ഇതാ ഞാൻ ഒരുക്കി തരികയാണ്. ഇവിടെ ഭഗവാനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിശുദ്ധി ഹൃദയത്തിൽ വേണം. അപ്പോൾ ഹൃദയത്തെ വിശുദ്ധമാക്കി വെച്ച് ഭഗവാൻ ആവസിക്കാനുള്ളതായ ശുദ്ധഭാവത്തോടുകൂടി നിലനിർത്തണം ആ ഒരു കർത്തവ്യം നമ്മളിൽ വരികയാണ്. അങ്ങനെ എൻ്റെ ഹൃദയം ഇതാ ശുദ്ധമായി ഭഗവാനെ അവിടത്തേക്ക് നിവസിക്കാൻ വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ വന്ന് രമിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് രാമായണം ആരംഭിക്കുന്നത്. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. രാമനോടൊപ്പമുള്ള യാത്രയാണ് രാമായണം. രാമനോടൊപ്പം നിരന്തരമായി യാത്ര ചെയ്ത ഒരാളെക്കുറിച്ച് കൂടി രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് രാമന്റെ പാതിയായിട്ടുള്ള സാക്ഷാൽ സീതാദേവിയെ കുറിച്ചാണ്. ദേവി മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഭഗവാൻ ശ്രീരാമൻ ഒരു മനുഷ്യഭാവത്തിൽ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദേവിയും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് തന്നെയാണ് വിദേഹം എന്ന രാജ്യത്തെ മിഥില എന്ന തലസ്ഥാനത്ത് ജനകൻ എന്ന സ്ഥാനപ്പേരുള്ള സീരധ്വജൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളായി ജനിക്കുന്നത്. അദ്ദേഹത്തിന് യജ്ഞം നടത്താൻ വേണ്ടി ഒരു നിലം ഉഴുന്ന സമയത്ത് ദേവിയെ കിട്ടി എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിന് ഭൂമിദേവിയിൽ നിന്ന് കിട്ടിയ ആളായതുകൊണ്ട് അമ്മ ഭൂമിദേവിയുടെ മകളാണ് എന്ന സങ്കല്പവും ഉണ്ട്. മിഥിലയുടെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്നും വിദേഹത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദേഹി എന്നും ദേവിയെ വിളിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ സീത എന്ന ഉത്തരം ഏതൊരാൾക്കും പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാരതീയ പാരമ്പര്യത്തിലെ പഞ്ചകന്യകമാരിൽ ഒരാളാണ് സീത. പലരും സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അശോകവനിയിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സദാ തന്റെ വിരഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീതയെയാണ് പലരും ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സീതയുടെ ജീവിതം? ഒരിക്കലുമല്ല. മൈഥിലി ഒരു രാജകുമാരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ കലകളും ആയുധാഭ്യാസവും പാണ്ഡിത്യവും തികഞ്ഞ യുവതിയായിരുന്നു സീത. അമ്മയുടെ ബലം മനസ്സിലാക്കാനായി രാമായണത്തിൽ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ഭഗവാൻ മഹാദേവന്റെ ചാപം, അതായത് ശൈവചാപം, സീരധ്വജനായിട്ടുള്ള ജനകൻ തന്റെ കൊട്ടാരത്തിൽ വെച്ച് പൂജിച്ചിരുന്നു. അതീവ ഭാരമേറിയ വില്ല് എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പടയാളികൾ ഒരുമിച്ചാണ് ഉയർത്താറുള്ളത്. ഒരിക്കൽ സീതാമാതാവ് കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തോ കളിക്കുന്നതിന്റെ ഇടയിൽ അമ്മയുടെ കയ്യിലുള്ള ഒരു പന്ത് ഈ വില്ല് വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ താഴേക്ക് ഉരുണ്ടുപോയി എന്നാണ്. എന്നാൽ സീത തന്റെ കുഞ്ഞു കൈകൊണ്ട് വളരെ അനായാസം എടുത്തുയർത്തി പന്ത് വീണ്ടെടുത്തു. ഇത് കണ്ടു നിൽക്കുന്ന ജനകന് മനസ്സിലാകുന്നു, ഇത് ഒരു സാധാരണ കുട്ടിയല്ല. ഇവളെ വിവാഹം കഴിക്കുന്ന ആളും ഒരു സാധാരണക്കാരനാവാൻ പാടില്ല. അതുകൊണ്ട് ഇവൾ എടുത്തുയർത്തിയ ഈ വില്ല്, ശൈവചാപം, ആരാണോ ഇനി എടുത്തുയർത്തുന്നത് അവർക്ക് മാത്രമേ ഞാൻ മൈഥിലിയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അവിടെ വെച്ചാണ് ജനകൻ തീരുമാനിക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ എടുത്തുയർത്തിയ ധനുസ് ഉയർത്താൻ ശേഷിയുള്ളവളായിരുന്നു സീത. അതുകൊണ്ട് തന്നെ സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടല്ല, ഒരു ഊർജ്ജസ്വലയായിട്ടുള്ള, ഒരു പോരാളിയായിട്ടുള്ള, ഒരു പണ്ഡിതയായിട്ടുള്ള രാജകുമാരിയായിട്ട് വേണം നമ്മൾ കാണാൻ. ഭാരത സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ പ്രതീകമാണ് സീത. എന്തെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോ പോലും രാമനെ തള്ളിപ്പറയാത്തവളാണ് സീത. അശോകവനിയിൽ കഴിയുന്ന സീതാദേവിയുടെ കാലത്ത് രാവണൻ, അഴകിയ രാവണനായി നിരവധിയായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ സീതാദേവിക്ക് നൽകുന്നുണ്ട്. സീതയെ പ്രലോഭിച്ച് തന്റെ ഭാര്യയാക്കി തീർക്കണം എന്നായിരുന്നു രാവണന്റെ ആഗ്രഹം. രാവണന്റെ ചോദ്യങ്ങൾ കേട്ട്, രാവണൻ തനിക്ക് നേരെ വെച്ച് നീട്ടുന്ന സമ്മാനങ്ങൾ കേട്ട്, രാവണന്റെ മുഖത്തേക്ക് നോക്കാതെ അശോകവനികയിൽ നിന്ന് ഒരു പുൽത്തൃണം പറിച്ചെടുത്ത് അതിലേക്ക് നോക്കി സംസാരിക്കുന്ന സീതയെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഞാൻ നിനക്ക് തരുന്ന വില ഈ ഒരു വിലയാണ് എന്ന് സീത രാവണനോട് പറയാതെ പറയുന്നു. രണ്ട്, തന്റെ പതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മുഖത്തേക്ക് അല്ലാതെ മറ്റൊരു പുരുഷന്റെയും മുഖത്തേക്ക് ഞാൻ നോൽക്കില്ല എന്ന അമ്മയുടെ വാഗ്ദാനം അവിടെ പാലിക്കപ്പെടുന്നു. സീതാപഹരണമാണ് രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വിശേഷം. സീതാപഹരണത്തിന് ശേഷമാണ് രാവണനെയും കുംഭകർണനെയും വധിക്കുക എന്നുള്ള രാമാവതാര ഉദ്ദേശം നടപ്പിലാകുന്നത്.
അതുകൊണ്ട് തന്നെ രാമന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി സാക്ഷാൽ മഹാലക്ഷ്മി ആകുന്ന ഭഗവതി ആടിയ ഒരു ലീലയായിട്ടാണ് സീതാപഹരണത്തെ കാണുന്നത്. ഒരു ഭാഗത്ത് ദേവിയെ നാം മഹാലക്ഷ്മിയായി ഉയർത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യ സ്ത്രീയായി അമ്മ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് എന്തെല്ലാം ചപലതകളുണ്ടോ അതെല്ലാം തന്നെ അമ്മയിൽ പ്രകടമായി കാണാമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് മാരീചനാകുന്ന പുള്ളിമാനെ തേടി രാമൻ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണനെ അവിടെ കാവൽ നിർത്തിയിട്ടാണ് ഭഗവാൻ പോകുന്നത്. ലക്ഷ്മണ എന്നുള്ള ഉറക്കെയുള്ള നിലവിളി കേട്ട് സംശയിക്കുന്ന സീത തന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മണനോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനും പറയുന്നു. എന്നാൽ തന്റെ ജ്യേഷ്ഠന്റെ വീരതയിൽ അത്യന്തം വിശ്വാസമുണ്ടായിരുന്ന ലക്ഷ്മണൻ അത് നിരസിക്കുകയും ആ സമയത്ത് ദേവി ഒരു മനുഷ്യ സ്ത്രീയെ പോലെ തന്റെ സഹോദരനായിട്ടുള്ള തന്നെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകൾ രാമായണത്തിലുണ്ട്. ഒരേ സമയം ആ മഹാലക്ഷ്മി ചൈതന്യവും അതേസമയം ഒരു മാനുഷിക ഭാവവും മാറി മാറി സീതയിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സീതയെ രാമായണത്തിൽ വായിക്കുന്ന സമയത്ത് ഏതൊരു പതിവ്രതാ രത്നത്തിനും സീതയുടെ മാതൃക പിന്തുടരാൻ സാധിക്കണം. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോവേണ്ടത്. എൻ്റെ പതിയുടെ ധർമ്മത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എൻ്റെയും പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ള നിർബന്ധം സീതയെ പോലെ നമ്മുടെ ഓരോ സ്ത്രീരത്നങ്ങൾക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിലൂടെ വേണം നമുക്ക് കൂടുതലായി സീതയെ മനസ്സിലാക്കാൻ, സീതയുടെ തത്വങ്ങളെ മനസ്സിലാക്കാൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട സീതാക്ഷേത്രം അത് സീതാദേവിയുടെ മാത്രം ക്ഷേത്രമായി കാണുന്നില്ല. അവിടെ സീതയ്ക്ക് രാവണനിൽ ജനിച്ച 2 പുത്രന്മാർ ലവനും കുശനും അവരുടെ കൂടി സാന്നിധ്യമുള്ള ക്ഷേത്രം കേരളത്തിലെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മുരിക്കന്മാർ ദേവസ്വം ശ്രീ സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. അവിടെ ദേവിയെ വിളിക്കുന്ന പേര് ജഡേറ്റ കാവിലമ്മ അല്ലെങ്കിൽ ചേടാറ്റിൻ കാവിലമ്മ എന്നാണ്. അതിന്റെ ഒരു ചെറിയ ഐതിഹ്യം പറഞ്ഞ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങാം. ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയായി ദേവിയുടെ അന്തർധാന സമയത്ത് സാക്ഷാൽ ശ്രീരാമസ്വാമി ദേവി തന്റെ മാതാവായിട്ടുള്ള ഭൂമി ദേവിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ അമ്മ ഈ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നത് തടയാനായി ദേവിയുടെ മുടിക്ക് കയറി പിടിച്ചത്രേ. അമ്മ മുടി അറ്റുകൊണ്ട് താഴേക്ക് ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയുടെ ജഡയറ്റ കാവ്, അതായത് അമ്മയുടെ മുടി അറ്റുപോയ കാവായതുകൊണ്ട് അതിന് ജഡയറ്റ കാവ് അല്ലെങ്കിൽ ചേടാറ്റിൻ കാവ് എന്ന പേരിലും ആ സ്ഥലം അറിയപ്പെടുന്നു. ഇപ്പൊ രാമായണ മാസക്കാലത്ത് സീതയെ അറിയുന്നവർ, സീതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ചേടാറ്റിൻ കാവിൽ അമ്മയായിട്ടുള്ള ഭഗവതിയെ എന്നും മനസ്സിൽ സ്ഥിതപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് പാതിവൃത്യത്തിന്റെ കൂടുതൽ മൂല്യങ്ങളിലേക്കും കൂടുതൽ തലങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഈ രാമായണ മാസക്കാലം ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാ. ശാലയും പണി ചെയ്ത് സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു നേരം. പ്രണാമ മഹർഷി. അങ്ങേപ്പോലൊരു മഹാഋഷി വരൻ ഇരുന്നരുളുന്ന അയോധ്യയിൽ യജ്ഞാചാരനായി എന്നെ ക്ഷണിച്ചതിന്റെ അർത്ഥമാണ് ഇവിടെ വന്ന നാൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി, അതാണ് അടിസ്ഥാനം. അനപത്യ ദുഃഖം കൊണ്ട് നീറിപ്പോയ അയോധ്യാധിപന് പുത്രോൽപത്തിയുടെ മഴ ചൊരിയുവാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം ചിന്തിച്ചു. നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങയെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ് മഹർഷി. അയോധ്യ മഹാരാജ്യത്ത് നിത്യാനന്ദം പകർന്നുകൊണ്ട് നമുക്ക് സൽപുത്രൻ പിറക്കുമെന്ന് സ്വപ്നദർശനമുണ്ടായിരിക്കും. നന്ന്. അശ്വമേധയാഗം ശുഭകരവും ഫലദായകവുമായി എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതാ യാഗശാലയിൽ പുത്രകാമേഷ്ടി അതിന്റെ ഫലപ്രാപ്തിയോടെടുക്കുന്നു. തീർച്ചയായും അയോധ്യാധിപന് അനന്തരാവകാശികൾ പിറക്കും. അതിനുള്ള ദൈവനിയോഗം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വരും.
ദശരഥ മഹാരാജാവേ, നാം ബ്രഹ്മദൂതനാണ്. പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ്. അങ്ങേക്കു നമസ്കാരം. പറയൂ, എന്താണ് ഞാനിതിൽ ചെയ്യേണ്ടത്? രാജൻ, അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞു. അതിൻ്റെ സദ്ഫലം അങ്ങയ്ക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവദത്തമായ ദിവ്യപായസമാണിത്. ഇത് അങ്ങയുടെ പ്രിയ ഭക്തിമാർക്ക് നൽകണം. ഇതിലൂടെ അവർക്ക് വംശരക്ഷകരായ പുത്രന്മാർ ജനിക്കും. തഥാസ്തു. വരൂ വരൂ, ഇതാ അയോധ്യയുടെ സ്വപ്ന സാഫല്യത്തിന് ദൈവദത്തമായി ലഭിച്ച പായസം. ആര്യപുത്ര, ഇത് കോസലത്തിൻ്റെയും ഭാവി പുണ്യത്തിൻ്റെയും ദൈവസമ്മാനമായിട്ടാണ് നാം കവരുന്നത്. വരൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ തന്നെ പകുത്തു നൽകാം. രഘുവംശത്തിന്റെ പുണ്യം തന്നാലും മഹാരാജൻ. അയോധ്യയുടെ സ്വപ്നം സഫലമാകട്ടെ, ദൈവനിയോഗം സാർത്ഥകമാകട്ടെ.